നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവൾക്ക് എന്നോടുള്ള സ്നേഹം കൂടുതലുണ്ട്. അമ്മ പറഞ്ഞതുപോലെ ചെട്ടിയാർ എന്നെ അപായപ്പെടുത്തുമെന്നുള്ള ഭയം കൊണ്ടാ. അത് കേട്ടിട്ട് അവളെ ഉപേക്ഷിച്ച് പോരെ എന്നെ കൊണ്ട് പറ്റൂലമ്മേ. നീ എന്താടാ മോനെ ഇങ്ങനെ? ഞാനിങ്ങനെയാ, എനിക്ക് ഇങ്ങനെ ആയാ മതി. കെട്ടിയ പെണ്ണിനെ ജീവൻ കൊടുത്തും സംരക്ഷിക്കുന്നതിനല്ലമ്മേ യഥാർത്ഥ ആണ്. സുനീഷിന് മാറണ്ട, സുനീഷായാ മതി. ഇനി ഇക്കാര്യം പറഞ്ഞ് അമ്മ എന്നെ കാണാൻ വരരുത്. എന്നെ എന്റെ വിധിക്ക് വിട്ടൂടെ അമ്മ. അമ്മേ പറ, സുനീഷേട്ടനെ കണ്ടോ? കണ്ടു. എന്നിട്ട്? ഞാൻ പ്രതീക്ഷിച്ചു തന്നെയാവും പറഞ്ഞത്. ചത്താലും നിന്നെ വിട്ടിട്ട് പോവില്ല. എന്നെ വിട്ടു പോവാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. തൽക്കാലം ഒന്ന് മാറി നിൽക്കാനല്ലേ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞിട്ട് അവന്റെ ചെവിയിൽ കയറണ്ടേ? അവൻ രണ്ടും കൽപ്പിച്ചാ മോളെ. എനിക്കാകെ പേടിയാവുന്നമ്മേ. പേടിച്ചിട്ട് കാര്യമില്ല. വല്ലതും സംഭവിച്ചു പോയാ നമുക്ക് രണ്ടുപേർക്കും അല്ലേ നഷ്ടം. സംഭവിക്കാൻ പാടില്ല. അരുതാത്തതൊന്നും സംഭവിക്കാൻ പാടില്ല. നീയേ എനിക്ക് ആ ഗോവിന്ദൻകുട്ടിനാരെ നമ്പർ താ. എന്തിനാ അമ്മേ? കാര്യമുണ്ട്. നീ എത്രയും പെട്ടെന്ന് ആ നമ്പർ ഒന്നും അയച്ചേ. ചേച്ചി ഇത് എന്ത് വർത്താനായി പറയുന്നേ? നിങ്ങളുടെ മകൻ പറഞ്ഞ അനുസരിക്കാത്തതിന് ഞാനെന്തോ പിഴച്ച്? ഞാൻ അവനെ ഉപദേശിക്കാഞ്ഞിട്ടാണെന്നാണോ നിങ്ങളുടെ വിചാരം? ഉപദേശിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ ഉപദേശിച്ചു, പക്ഷെ കേക്കണ്ടേ? അനുനയം പറഞ്ഞു, ഭീഷണിപ്പെടുത്തി, ഒടുക്കം കരഞ്ഞ് കാലുവരെ പിടിച്ച് ഞാൻ. അവന് ചെട്ടിയാരുടെ കൈ കൊണ്ട് ചാവാനാ വിധിയെങ്കിൽ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ചാവാനോ? എന്റെ ചെക്കനോ? എന്നാ പിന്നെ അതൊന്ന് കാണണല്ലോ. അവൻ എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ അടക്കം സർവ്വതിനെയും ചുട്ട് ഞാൻ ചാമ്പലാക്കും. ചുട്ട് ചാമ്പലാക്കാൻ നിങ്ങൾ ആര് വേണേ? കണ്ണകിയ? അതേടാ, ഞാൻ കണ്ണകി തന്നെയാ. കലി പൂണ്ട കണ്ണകി. മധുര നഗരം ചുട്ടരിച്ച കണ്ണകി. കണ്ണകി ഒരു മധുര നഗരല്ലേ ചുട്ടരിച്ചുള്ളൂ. പക്ഷെ എന്റെ മോന് വേണ്ടി വന്ന ഞാൻ ഈ 1000 നഗരം ചുട്ടരിക്കും. കാണോടാ നിനക്ക്? എന്റെ ചേച്ചി, നിങ്ങളിത് എന്തറിഞ്ഞിട്ടായി പറയുന്നത്? അവൻ അവളെ കാണാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോ ഞാൻ അവന് തോട്ടക്കാരനെ ജോലി മേടിച്ചു കൊടുത്തു. അത് ശരിയാ. ചെട്ടിയാര് തിരിച്ചറിയാതിരിക്കാൻ ഞാൻ അവന്റെ പേരും മാറ്റി, ഗണേശൻ. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അതിപ്പോ ഇങ്ങനെ കൈത്തീരുമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾ പറഞ്ഞതുപോലെ അവന്റെ ജീവന് ഭീഷണി ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. ഏത് നിമിഷം അവൻ പിടിക്കപ്പെടുകയും ചെയ്യും. പക്ഷെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാനായിട്ട് എത്ര തവണ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കിയെന്നറിയോ? ഉള്ളത് പറഞ്ഞ നിങ്ങളുടെ മോനിപ്പോ ജീവിച്ചിരിക്കുന്നത് പോലും എന്റെ മിടുക്കുകൊണ്ടാ. ആ എന്നെ തന്നെ നിങ്ങൾ ചീത്ത വിളിക്കണം. ചീത്ത വിളിച്ചെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളും ഉണ്ടല്ലോ. തന്റെ ചക്കരവാക്കും ഇല്ലാ കഥകളും കേട്ടല്ലേ ആ പാണ്ടിക്കൂട്ടത്തിന്റെ അടുത്തേക്ക് എന്റെ മോനെ ഞാൻ പറഞ്ഞു വിട്ടത്. അതൊക്കെ കള്ളക്കഥകളാണെന്ന് ചേച്ചിയോട് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ചെട്ടിയാർ എന്നോട് പറഞ്ഞ മഹാസത്യങ്ങൾ. പിന്നെ എന്താടാ ആ മഹാസത്യങ്ങള് ആദിനോട് തുറന്നു പറയാത്തത്? അതിന് സമയമായി കാണത്തില്ലെന്നും അയാൾക്ക് തോന്നി കാണും. അവന്റെ സമയം അവന്റെ കൈ വെച്ചാ മതി. എന്റെ ചെറുക്കിന് വല്ലതും സംഭവിച്ചാ? ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ.
സംഭവിക്കുന്ന വരെ കാത്തിരിക്കാൻ എനിക്ക് സൗകര്യമില്ല. അവന് വല്ലതും പറ്റിയ നിങ്ങൾക്കൊന്നും ഒരു ദണ്ണുമില്ലല്ലോ. നോവുന്നതും നഷ്ടപ്പെടുന്നതും എനിക്ക് മാത്ര. ഞാൻ അവന്റെ പെറ്റ തള്ളയാടാ. എന്റെ കമലേഷ് ചേച്ചി, അവൻ എന്തെങ്കിലും പറ്റിയാ എനിക്ക് ദണ്ണമില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ചേച്ചിക്കറിയോ, ജീവിതത്തിൽ ആദ്യമായി എന്നെ കഥ പറഞ്ഞ് കരയിപ്പിച്ചത് അവനാ. ഞാൻ അവനെ പെറ്റിട്ടൊന്നുമില്ല. പക്ഷെ ഒരാളെ സ്നേഹിക്കാൻ പ്രസവിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ ചേച്ചി. മനസ്സുകൊണ്ട് നമുക്ക് പ്രസവിക്കാം. അങ്ങനെ ഞാൻ പ്രസവിച്ച എന്റെ സ്വന്തം അനുജനാണ് അവൻ. നീ മനസ്സോണ്ട് പ്രസവിച്ചോണ്ടാണോടാ അവനൊരു ആപത്ത് വന്നപ്പോ നിസ്സാരമായിട്ട് നീ ഡയലോഗ് പറഞ്ഞു കളിക്കുന്നത്? ചേട്ടാ, ഇത് വലിയ കഷ്ടമായല്ലോ. ഞാൻ പറഞ്ഞൊന്നും നിങ്ങളെ ചെവി കയറുന്നില്ലേ? ഞാൻ പറഞ്ഞ ഡയലോഗ് ഒന്നും അല്ല, ഉള്ളിത്തട്ടി തന്നെയാ. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് നിങ്ങളെക്കാളും ഇപ്പൊ എന്റെ ആവശ്യമാ. അവൻ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാലേ എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റൂ. അങ്ങനെ ഇപ്പൊ എന്റെ മകൻ എങ്ങോട്ടെങ്കിലും പോയിട്ട് നീ മനസമാധാനായിട്ട് കടന്നു ഉറങ്ങണ്ട. ഇതിപ്പോ കരയെ കൂടെയും വെള്ളത്തിൽ കൂടെയും പോകത്തില്ലെന്ന് പറഞ്ഞ അവസ്ഥയാണല്ലോ. ചേച്ചി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കും. ഞാൻ ഉറച്ചു തന്നെയാ നിൽക്കുന്നത്. എവിടെ? ഇവിടെ. എന്റെ മോനെ എനിക്കറിയാം. അവനൊരു തീരുമാനം എടുത്തതാ. ആതിരവിടെ ഉള്ളോടത്തോളം കാലം അവൻ അവിടെ വിട്ടു വരില്ല. അപ്പൊ പിന്നെ ഉറപ്പായി. എന്ത്? ചെട്ടിയാരുടെ കൈ കൊണ്ടുള്ള അവന്റെ മരണം. കൊന്നുകളയുന്നായ നിന്നെ ഞാൻ. അറം പറ്റുന്ന വർത്താനം പറയുന്നോടാ. ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. എന്റെ മോനൊന്നും സംഭവിക്കാതിരിക്കാനാ ഞാൻ ഈ ഭൂമിയിൽ ഇങ്ങനെ ഞെളിഞ്ഞ് ജീവനോടെ നിൽക്കുന്നത്. ചേച്ചി, നിങ്ങൾ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഇവിടെയല്ല ഞാൻ നിൽക്കാൻ പോകുന്നത്. പിന്നെ എവിടെ? ചെട്ടിയാരുടെ വീട്ടില്. അയ്യോ അയ്യോ കീയൊന്നൊന്നുമില്ല. നീ എന്നെ അവിടെ കയറ്റി തരണം. ഞാനോ? നീ എന്റെ മോനെ അവിടെ കയറ്റിന്നല്ലേ പറഞ്ഞത്? അത് അപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തില് ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയതാ. എന്നാൽ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തില് മറ്റൊരു ദുർബല നിമിഷത്തില് സംഭവിക്കണം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. അന്ന് അങ്ങനെ സംഭവിച്ചതിന്റെ ഇപ്പൊ ഞാൻ കിടന്ന് അനുഭവിക്കുന്നത്. ഉള്ള കുരിശ് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ആദ്യം പിടിച്ചിരിക്കുമ്പോഴാ ഇനി അടുത്ത കുരിശും കൂടാ. പക്ഷേ ഈ കുരിശ് നീ ഏറ്റെടുത്തേ പറ്റൂ. എന്നെ എങ്ങനെയെങ്കിലും എന്റെ പിള്ളേരെ അടുത്തൊന്ന് എത്തിക്കണം. എനിക്ക് അവരുടെ കൂടെ ജീവിക്കണം. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അത് അവർക്കൊരു ബല. ചെട്ടിയാരുടെ കയ്യിൽ നിന്നും എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് യാതൊരു ഉറപ്പുമില്ല. എന്റെ ചേച്ചി വിചാരിക്കുന്ന പോലുള്ള ചെറിയ സെറ്റപ്പ് ഒന്നും അല്ല അവിടെ. കൊതുമ്പ് വെള്ളം കൊണ്ടേ യുദ്ധക്കപ്പലിന്റെ അടിവശം കാണാൻ ഇറങ്ങരുത്. കളസം കീറിപ്പോവും. ആരുടെ കളസാ കീറാൻ പോകുന്നെന്ന് നീ കണ്ടോ? ഞാൻ വെറും കോതാറ കോളനിയിലെ ജാൻസി റാണി കമലാക്ഷിയല്ല. കോടീശ്വരനായ വേമ്പനാട്ട് ജയപാലന്റെ ഒരേ ഒരു ആൺകൊച്ചിനെ പെറ്റവളാ. കൊതുമ്പ് വെള്ളം കൊണ്ട് യുദ്ധക്കപ്പലിന്റെ മാത്രമല്ല, കടലിനടിയിൽ മുങ്ങിക്കിടക്കുന്ന ടൈറ്റാനിക്കിന്റെ അടിവശം വരെ ഞാൻ കാണും. നിങ്ങൾ എന്ത് വേണേലും കണ്ടു, പക്ഷേ എന്നെ ഈ കച്ചവടത്തിൽ കൂട്ടണ്ട. ഞാൻ നിങ്ങളെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഉപദ്രവിക്കരുത്. ജീവിച്ചു പോക്കോട്ടെ. കരീംബായ്.